Oh my god, this is going to be a comedy vlog. Pixie toner. ഇത് കുറെ എടുക്കണോ? ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സ്കിൻ കെയറും മേക്കപ്പും ഇടാത്തത്, മനസ്സിലായില്ലേ? ഈ സാധനം ഇതിൽ നിന്നും എടുക്കാൻ എനിക്കറിഞ്ഞില്ല. This happens always. ഇതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് പൊളി പൊളി ഇതിൽ നടക്കി പോകുന്നോന്നുള്ള ഈ സ്ക്രൂ ഊരി വരുന്നുണ്ട്. ഞാൻ ഇതിനൊന്ന് ടൈറ്റ് ആയിട്ട് ഇല്ലെങ്കിൽ ഇതെങ്ങാനും ഇനി ഇളകി വന്നാൽ ഈ പൊട്ടുവിട്ട് ഞാൻ എന്ത് ചെയ്യും? ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 1000 സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് ഗൈസ് നമ്മൾ. ഇന്നിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ 1007 സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. സത്യം പറയട്ടെ, when I started this YouTube channel I never thought 1000 ഒക്കെ നമ്മളാകും. നമ്മുടെ മറ്റേ മനസ്സിൽ മറ്റേ മാനിഫെസ്റ്റ് ചെയ്യലും മറ്റേ ആഗ്രഹങ്ങളൊക്കെ മറ്റേ 1000 10,000 ലക്ഷം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും സത്യം പറഞ്ഞാൽ 1000 പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നും ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ദേ ഡു കോമെൻറ്റ്. ഇപ്പം വെരി റീസെൻ്റ്ലി കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആൻഡ് അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ശരിക്കും റിയലി അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. കാരണം എനിക്ക് അങ്ങനെ ഫ്രം ദ ബിഗിനിങ് അപ്പം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ദാറ്റ് എനിക്ക് എന്നെ തന്നെ ഒരു വിലയില്ലാതിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് എന്നെ വിലയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്നാണ് ഈ മറ്റേ റിയലി ഒക്കെ വരുന്നത്. സോ ടുഡേ ഐ തോട്ട്, ഞാൻ ഇന്നലെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ സ്ഥിരമായിട്ട് വെനസ്ഡേസ് ആണ് ഇപ്പം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വെനസ്ഡേസിലും ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് ഐ പുട്ട് ദ വീഡിയോ. ആൻഡ് ടുഡേസ് എ വെനസ്ഡേ and I don't have a video guys. അപ്പോൾ ഞാൻ ഇന്നലെ I put a poll on my YouTube community post and I asked ഇന്ന് വ്ളോഗില്ല, അപ്പം നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇട്ടപ്പോൾ a lot of you എന്നില്ല 4 വോട്ട് എനിക്ക് കിട്ടിയത്. അതിൽ ഞാൻ 4 ഓപ്ഷൻ കൊടുത്തതിൽ 4 പേരെ വോട്ട് ചെയ്തുള്ളൂ. ആ 4 പേരും വോട്ട് ചെയ്തത് വാസ് ഫോർ എ റോ അൺഫിൽറ്റേർഡ് സ്പെൻഡ് ദ ഡേ വിത്ത് മീ വ്ളോഗ്. ശരിക്കും നിങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ആക്ച്വലി ഇന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ എണീറ്റ് ആഷിക്കിനെ കൊണ്ട് വിട്ടിട്ട് ഞാൻ വീട്ടിലിപ്പോൾ വന്നേ ഉള്ളൂ. വന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആയിത്തോട്ടെ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് വ്ളോഗ് എടുക്കാം എന്നുള്ളൊരു മൂഡിൽ കയറി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ആഷിക്കിനെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് ഐ ജസ്റ്റ് വാഷ് മൈ ഫേസ്. മുഖം ഒന്ന് ക്ലെൻസർ ഇട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ ഇന്ന് തൊട്ടൊരു പുതിയ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണം. അങ്ങനെ ഞാനൊരു എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് അങ്ങനെ ഞാനൊരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബ്യൂട്ടി ബ്ലോഗർ അങ്ങനെയൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന വളരെ കുറച്ച് കാര്യമുണ്ട്. അത് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ സ്കിന്നല്ല നിങ്ങളുടെ സ്കിൻ, എൻ്റെ ഹെയർ അല്ല നിങ്ങളുടെ ഹെയർ. അപ്പം ഞാൻ ചെയ്യണത് എൻ്റെ സ്കിന്നിൽ പറ്റുന്ന കാര്യങ്ങളും നിങ്ങളുടെ സ്കിന്നിൽ ആ ബ്രാൻഡ് പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ നിങ്ങളും ഇത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. എനിക്കിഷ്ടമുള്ള അല്ലെങ്കിൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഐ തോട്ട് ഐ വുഡ് ഷോ യു. പക്ഷെ ഇന്ന് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് സാധനം യൂസ് ചെയ്യാൻ പോകണം. ലെറ്റ് us see. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഈ ഫോണിനെ ഒന്ന് ട്രൈപോഡിലേക്ക് സെറ്റ് ചെയ്തിട്ട് എൻ്റെ സ്കിൻ കെയർ തുറന്നട്ടെ. യെസ്, ഇന്നത്തെ സ്കിൻ കെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഐ ഡിഡ് ക്ലെൻസ് മൈ ഫേസ്. ക്ലെൻസ് ചെയ്യുന്ന ഫേസ് വാഷിട്ട് മുഖം കഴുകി, അത്രേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഐ എം സ്റ്റാർട്ടിങ് എ ന്യൂ പ്രോഡക്റ്റ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തൊരു സാധനമാണ്. സാധാരണ എൻ്റെ സ്കിൻ കെയറിൽ എൻ്റെ മറ്റേ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ യു വുഡ് ഹാവ് സീൻ മീ യൂസിങ് വൺസ് ഐ വാഷ് മൈ ഫേസ് ഐ പുട്ട് വിറ്റമിൻ സി, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ഇത് 3 ഇടണം. ഇന്ന് ഞാൻ ഹൈലറോണിക് ആസിഡ് മേടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് യൂസ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ അപ്പേരൻ്റ്ലി ക്ലെൻസ് മാത്രം പോരാ, ടോൺ ചെയ്യണം അത്രേ. ഈ ടോൺ ചെയ്യാൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഐ ഹാവ് എ ടോണർ. ദിസ് ഇസ് എ പിക്സി ഗ്ലോ ടോണിക് ടോണർ. ഇതെനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് സെഫോറാന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. സോ അപ്പേരൻ്റ്ലി ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. റിട്ടേൺ രാത്രി ഉപയോഗിക്കാം, രാവിലെ ഉപയോഗിക്കാം ആസ് നീഡഡ്. ആഫ്റ്റർ ക്ലെൻസിങ് അപ്ലൈ വിത്ത് എ കോട്ടൺ പാഡ് അവോയ്ഡിങ് ഐ ഏരിയ. ഇനി ഈ കോട്ടൺ പാഡിൽ നമ്മളത് കുറേ ഒഴിക്കുമോ കുറച്ചൊഴിക്കുമോ? ഞാൻ അധികം ഈ സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് അധികം ഞാൻ ചെയ്തില്ലേ. 1-2 ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് മേക്കപ്പ് അല്ല, ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് മറ്റേ തെമ്മ ആ സാധനം അത് ഞാൻ ഇവിടെ മറ്റേ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം. അങ്ങനെ അതായത് ഈ സംസാരിച്ചുകൊണ്ട് ചെയ്യാത്തതിന്റെ കാരണം എനിക്കതിനെ കുറിച്ച് വലിയ ധാരണയില്ല. എനിക്കങ്ങനെ മേക്കപ്പ് ഇടാൻ വലുതായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പിക്സിയുടെ ടോണർ എങ്ങനെയാണ് എന്താ പറയുന്നത്, ഇത് കുറേ എടുക്കണോ? ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മളെന്നിട്ട് ടോൺ ചെയ്യുക ഗൈസ്. ആകെ
അത്രയേ ഉള്ളൂ. അതിന് 10 ml ഒഴിച്ചു കളഞ്ഞു. അയ്യോ, കണ്ണുപയോഗിക്കാൻ പാടില്ല. ഓ മൈ ഗോഡ്, ദിസ് ഇസ് ഗോയിങ് ടു ബി എ കോമഡി വ്ലോഗ്. ഞാൻ ഇന്നൊരു കോമഡി കഥാപാത്രത്തെ നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകും. ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സ്കിൻ കെയറും മേക്കപ്പും ഇടാത്തത്, മനസ്സിലായില്ലേ? ഓക്കെ, സോ നമ്മൾ ടോൺ ചെയ്തു ഗൈസ്. ഒരു ലോഡ് ടോണർ വെച്ച് നമ്മൾ നമ്മുടെ മുഖത്തെ ടോണിങ് പരിപാടി ചെയ്തു. എന്ത് തേങ്ങയാണ് ഈ ടോണിങ് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടും. ഒരു അവോയ്ഡ് ദ ഐ ഏരിയ എന്ന് പറഞ്ഞെങ്കിലും ഈ കോട്ടൺ പാഡ് ഉപയോഗിക്കുന്നത് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ആയതും കൊണ്ടും മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പോലെയാണ് ഞാൻ ഈ ടോണറിന് എന്റെ മുഖത്തോട്ട് തേച്ചോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ് നമ്മൾ ടോൺ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ അപ്പാരന്റ്ലി നമ്മൾ ഓൺ ഡാം സ്കിൻ ആണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. അപ്ലൈ എ പീ സൈസ്ഡ് എമൗണ്ട്. മാരിക്കൊരു തേക്കരുത് കേട്ടാ. ഇപ്പൊ ഞാൻ കാണിച്ച കണക്ക് ചെയ്യരുതെന്ന്. പി നമ്മൾ എടുക്കുന്നു, കുറച്ച്, വളരെ കുറച്ചൊരു ഒരു ഡ്രോപ്പ് നമ്മൾ കയ്യിലോട്ട് എടുക്കുന്നു. ഓ സെറ്റ് 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 അത്ര തന്നെ വന്നുള്ളൂ. ഇത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുന്നു. എന്താവോ എന്തോ ദൈവമ. ഇത് കഴിഞ്ഞ് ഞാൻ സ്ഥിരം, ഇത് കഴിഞ്ഞല്ല, ബേസിക്കലി ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇടുന്ന ഒരു സാധനം വിറ്റമിൻ സി ആണ്. സോ ഐ തോട്ട് ആ ചടങ്ങ് മുടക്കണ്ട, നമ്മുടെ വിറ്റമിൻ സി ഇടാം. ആക്ച്വലി ഹൈലോറോണിക് ആസിഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫോർ യങ്ങർ സ്കിൻ. നമ്മുടെ അതായത് ഫേസ് ഹൈഡ്രേഷൻ ആവാനും ഒരു റേഡിയേറ്റ്സ് യുവർ സ്കിൻ, പിന്നെ നമ്മുടെ സ്കിന്ന് യങ് ആവാനും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പറയണല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇതൊക്കെ മേടിച്ച് ഇങ്ങനെ തേച്ച് നോക്കുക. എന്നിട്ട് വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവർ പറയുന്നത് സത്യം നമ്മൾ വിചാരിക്കും. പിന്നെ വേറൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം മുഖം സ്കിന്ന് റേഡിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു മാസം അടുപ്പിച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് നമ്മൾ തന്നെ കണ്ണടി നോക്കി ഓ റേഡിയേറ്റ് ചെയ്തുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ കൊണ്ട് ഓക്കെ. അയ്യോ ഇതല്ല. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു പുട്ട് മോയ്സ്ചറൈസർ. ഈ മോയ്സ്ചറൈസർ ഇത് എനിക്ക്, നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും കുഴപ്പമില്ല, എനിക്കിതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം. ഫോർ എ കൺട്രി ലൈക്ക് UAE ഇൻ ദിസ് സ്കോർച്ചിങ് സമ്മർ, ഇൻ ദിസ് സ്കോർച്ചിങ് എന്നല്ല, എനിക്ക് തോന്നുന്നു ഞാൻ വിന്ററിലും ഇത് തന്നെ യൂസ് ചെയ്യണം. ഇതൊരു വാട്ടർ ജെൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. സോ ഫോർ സമ്മർ വെതേഴ്സ് നമ്മുടെ ഫേസിൽ നമ്മൾ യൂസ് ചെയ്യാനുള്ളത് വാട്ടർ ബേസ്ഡ് മോയ്സ്ചറൈസർ ആണ്. കാരണം ഈ ക്രീം ബേസ്ഡ് തേക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഈ പറയുന്ന കുറേ ആൾക്കാർ ന്യൂട്രിഡം ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഐ ഡു സീ പീപ്പിൾ ഡു വീഡിയോസ് ഫോർ ന്യൂട്രിഡം. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് എ ബാഡ് ബ്രാൻഡ് ഓർ എനിത്തിങ്. നല്ല ബ്രാൻഡാണ് തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ നമ്മൾ ഇവിടെ ദുബായിൽ നിൽക്കുന്ന നമുക്ക് ന്യൂട്രിഡം ഒരു വാട്ടർ ബേസ്ഡ് അല്ല, അതൊരു ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ക്രീം ബേസ്ഡ് സാധനമാണ്. അപ്പോൾ അത് തേക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്കൊക്കെ ഭയങ്കര ഹാർഡായിട്ട്, അത് എൻ്റെ സ്കിന്നിൽ അത് കുറച്ച് ഹാർഡായിട്ട് മോയ്സ്ചറൈസ് തരണില്ല എന്നുള്ള രീതിയാണ് എനിക്കൊന്ന്. പക്ഷെ ഡാനക്കൊക്കെ ഈ ന്യൂട്രിഡം ഇസ് ആക്ച്വലി, ഡാനക്ക് അതാണ് ഇഷ്ടം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ ഫോർ മീ മൈ സ്കിൻ ഐ ലൈക്ക് ടു ബി ഈ പറയുന്ന ന്യൂട്രിജിനെ തേക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര മോയ്സ്ചറൈസ്, ഒരു ഹൈഡ്രേറ്റിംഗ് ഫീലാണ്. എനിക്ക് അതാണ് ഇഷ്ടം. ഈ മറ്റ് ന്യൂട്രിഡം അല്ലെങ്കിൽ വാട്ടർ ജെൽ ബേസ്ഡ് അല്ലാത്ത എന്താണ് സാധനത്തിൻ്റെ പേര് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ സ്കിന്ന് ഭയങ്കര ഡ്രൈ അല്ല, ഒരു വലിഞ്ഞു പിടിക്കും പോലെ എൻ്റെ സ്കിന്നിന് എനിക്ക് തോന്നി. സോ ഹായ് പെയിന്റ് അടിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിലും സൺസ്ക്രീൻ തേക്കണം. പക്ഷേ വീട്ടിലിരിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ സൺസ്ക്രീൻ തേക്കാൻ ആവശ്യമില്ല. ഞാൻ രാവിലെ ഇങ്ങനെ തേച്ചിട്ട് പിന്നെ എൻ്റെ പണി നോക്കി ഞാൻ പോകും. പിന്നെ എന്താക്കുള്ള ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം തേച്ചിട്ട് മറ്റേ മുഖത്ത് പിടിച്ചോന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഈ കണ്ണ് കാണാനില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ തേക്കണം. നോക്കിക്കോട്ടെ. ഓ ആക്ച്വലി മുഖത്ത് സെറ്റായി കിട്ടും. അറിയില്ലേ, കണ്ണ് കാണാത്തത് ഒരു വലിയൊരു പ്രശ്നമാണ്. ഓക്കെ കഴിഞ്ഞു എൻ്റെ സ്കിൻ കെയർ. വാ ഇനി ഹെയർ കെയർ. രാവിലെ ഒരു ഹെയർ കെയർ ഇല്ല. ഞാൻ ഹെയർ കെയറിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞ ദിവസം സെഫോറയിൽ പോയി മേടിച്ചു. അപ്പോൾ അതൊരു 1.5 സാധനമായി പോയി കേട്ടോ. ഇന്ന് ഞാൻ എണ്ണ തേച്ച് കുളിച്ചതിൻ്റെയാണ് ഈ ഒരു ഒതുങ്ങിയ ലുക്ക്. ഇത് കുറച്ച് ഒതുങ്ങിയ ലുക്കാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഒതുങ്ങിയ ലുക്കാണെങ്കിൽ അപ്പൊ ശരിക്കത്തെ ലുക്ക് ശരിക്കും ഞാൻ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്ത് കാണിച്ചു തരാവേ. വാട്ട് ഐ ബോട്ട് ഇസ്, ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ ബ്ലുമെന്നല്ലേ ഇരിക്കണം. ഞാൻ പുറത്ത് പോകുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും നല്ലത്. വെറുതെ വീട്ടിലിരിക്കണം, ഞാൻ എന്തിന് ഈ സാധനം യൂസ് ചെയ്യണം. സോ ദിസ് ഇസ് ലൈക്ക് ആൻറ്റി ഫ്രിസ്. ഇതിൻ്റെ അകത്തുണ്ട് ഹൈലറോണിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, വൈൽഡ് റോസ് ഇൻ ഓയിൽ. സോ ഇത് നമ്മൾ ഹെയറിൽ സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറം കൂടെ തേക്കാം. അപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഈ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന മുടി ഐ വിൽ ഷോ യു ദാറ്റ്.
ബൊന്നിരിക്കുന്ന മുടി എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് മെയിൻലി ആ എന്താ പറയുക സാധനം ഫോർ ഫ്രിസി ഹെയറും അങ്ങനത്തെ സാധനങ്ങൾക്കാണ് യൂസ് ചെയ്യണം. ഹെയർ കെയർ ഞാൻ വളരെ തേങ്ങില്ല ഗൈസ്. ഇങ്ങനെ മുടി കിട്ടണോ പിന്നെ കിട്ടണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. ഇന്നത്തെ ദിവസം എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തില്ല. ദിസ് ഇസ് ടോട്ടലി അൺപ്ലാൻഡ്. നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു അൺഫിൽറ്റേർഡ് സ്പെൻഡ് ദ ഡേ വിത്ത് മീ ആണ്. ഐ ഹാവ് ജോലിയുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ എത്ര മണിയാണ്? ഞാൻ ഒരു മിനിറ്റ് കുറച്ച് നോക്കട്ടെ. 9 മണി. 9 മണിക്കാണ് ജോലി തുടങ്ങുന്നത്. മുടി വെട്ടിയിട്ട് നമുക്ക് നേരെ ജോലിക്കിരിക്കാം. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ വീണ്ടും ജിമ്മിൽ തുടങ്ങി ഗൈസ്. എൻ്റെ സഹാറ സെൻറ്ററിനെ അല്ല, സഹാറ സെൻറ്ററിലെ ഫിറ്റ്നസ് ഫസ്റ്റ് അല്ലേ ഞാൻ പോകുന്നത്. ഞാൻ സഹാറയിലെ ലേഡീസ് ജിമ്മിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത് ഇപ്പോഴത്തെ യൂണിയൻ കോപ്പില് ഫേസ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു മിക്സ്ഡ് ജിമ്മാണ്. അവിടെ ആയിരിക്കും പോവാം. മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് വൈകിട്ട് ആശയ്ക്ക് ഞാനുണ്ട് ഒരുമിച്ച് പോകും. ഇന്നലെ അപ്പർ ബോഡി അല്ല ആംസ് ആയതുകൊണ്ട് ഇന്ന് നമുക്ക് മിക്കവാറും വി വിൽ ഡു ലെഗ്സ്. എനിക്ക് ലെഗ്സാ, ആശയ്ക്ക് ഇന്നലെ ലെഗ് ആയിരുന്നു. ബട്ട് ലെറ്റ്സ് സീ. പക്ഷെ ഇതിനൊക്കെ മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? എന്ത് കഴിക്കും? ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ കിച്ചണിൽ പോയി ഒരു പരവല് വരവട്ടെ. കറിയുണ്ട്, മുട്ടക്കറിയുണ്ട്. ലെറ്റ്സ് സീ എന്ത് കഴിക്കും എന്ന് ചോദിച്ചാൽ മുട്ടക്കറി ഉണ്ടെങ്കിലും ഐ എം തിങ്കിങ് അത് ഉച്ചയ്ക്ക് കഴിക്കാം. ഇപ്പോ ഏക സാധനം ഹേ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നൂലിൽ നിന്ന് മേടിച്ച ഒരു ലോ കാർബ് ഹൈ പ്രോട്ടീൻ സാർഡോ ബ്രെഡാണ്. അതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി സ്വീറ്റ് പൊട്ടറ്റോ മാഷ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വീറ്റ് പൊട്ടറ്റോ മാഷ് ചെയ്തതിൻ്റെ പുറത്ത് അല്ല, ബ്രെഡിൻ്റെ പുറത്ത് സ്വീറ്റ് പൊട്ടറ്റോ മാഷ് ചെയ്തത് വെച്ച് കഴിക്കാം. പക്ഷേ എനിക്ക് വിശക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു മുട്ടയും കൂടെ ബുൾസയാക്കി അതിൻ്റെ കൂടെ കഴിക്കാം. ഇത് ഞാൻ ഇന്നലല്ല മെനഞ്ഞാന്ന് രാത്രി നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ മാഷ് ചെയ്തതാണ്. സ്വീറ്റ് പൊട്ടറ്റോ ഒന്നുമില്ല, വേവിച്ചിട്ട് അതിനെ ഉപ്പും ചില്ലി ഫ്ലേക്സ് ഇട്ട് ഞാൻ മാഷ് ചെയ്ത് വെച്ചു. സിമ്പിൾ റെസിപ്പീസ് ആണ്. അയ്യോ 2 ബ്രെഡിന്റെ ആവശ്യം വേണ്ടി വരുന്ന തോന്നുന്നില്ല എനിക്ക്, കാരണം അതിനുള്ള സ്വീറ്റ് പൊട്ടറ്റോ നെഹി ഹേ. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി സിമ്പിൾ റെസിപ്പി. കണ്ടോ, നമ്മളിങ്ങനെ സ്വീറ്റ് പൊട്ടറ്റോ വേവിച്ച് വെച്ചാൽ നമുക്കിങ്ങനെ ബ്രെഡിൽ ഇങ്ങനെ തേച്ചിട്ട് മറ്റേ ഗുവാക്കാമോളിക്ക് പകരം യു ക്യാൻ യൂസ് സ്വീറ്റ് പൊട്ടറ്റോ. സ്വീറ്റ് പൊട്ടറ്റോ ഈസ് ഹൈ ഇൻ പൊട്ടാസ്യം. ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഫുഡ്. നമുക്കൊരു പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഈ എടുത്തേക്കുന്ന ബ്രെഡ് ആക്ച്വലി ഒരു ഹൈ പ്രോട്ടീൻ ബ്രെഡാണ്, അത് വേറെ കാര്യം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് യു ഡോണ്ട് ഹാവ് ദിസ് ബ്രെഡ്, നോർമൽ ബ്രെഡ് അല്ലെങ്കിൽ സാർഡോ ബ്രെഡൊക്കെ, ഞാൻ നോർമലി സാർഡോ ബ്രെഡ് എനിക്ക് കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പഞ്ചസാര ഒന്നുമില്ല, പഞ്ചസാര ഇല്ലാത്ത സാർഡോ ബ്രെഡാണിത്. ഇതിൻ്റെ പുറത്ത് നമുക്ക് യു ക്യാൻ ഈതർ യൂസ് ബോയിൽഡ് എഗ് ഓർ സണ്ണി സൈഡ് അപ്പ്, അഥവാ നമ്മുടെ മുട്ട മുൾസി. ഇത് രണ്ടും അല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ് ഇൻ എനി ഫോമാറ്റ് ഇസ് ഗുഡ് ഫോർ ദിസ് സ്വീറ്റ് പൊട്ടറ്റോ ഗ്രേവി. എനിക്ക് ആക്ച്വലി മുട്ട ബോയിൽഡ് എഗ് ആക്കണം എന്നാണ് ആഗ്രഹമെങ്കിലും ബോയിൽഡ് എഗ് ആക്കാൻ ഇനി 15 മിനിറ്റ് എടുക്കുന്നുള്ളത് കൊണ്ടും ആ 15 മിനിറ്റ് നമുക്ക് ഇല്ലാത്തത് കൊണ്ടും ബുൾസ് ഐ ഹോപ്പ് ഐ ആം ദേർ ഇൻ ദ സ്ക്രീൻ. ഐ വാസ് നോട്ട് ദേർ ഇൻ ദ സ്ക്രീൻ. നമുക്ക് 2 ബ്രെഡിന് 2 മുട്ട ഇടാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം. കാര്യം ഇത് സമയം എനിക്ക് ലോഗിൻ ചെയ്തിട്ട് എനിക്കൊരു രാവിലത്തെ സെക്ഷൻ എനിക്ക് മാറ്റി വെച്ചിരിക്കുന്നത് ഫോർ ട്രെയിനിങ്. ഉച്ച കഴിഞ്ഞ് കുറച്ച് ജോലി ചെയ്യാം. രാവിലെ ട്രെയിനിങ് തന്നെ ജോലിയാണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് പഠിക്കണം എന്നുള്ളതാണ്. അതുവരെ നിങ്ങൾ വിചാരിക്കുന്നതാവും എനിക്ക് എന്താണ് ജോലി എന്നുള്ളത് ഞാൻ കഴിച്ചു കഴിഞ്ഞ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞുതരാം. അത് നിങ്ങളുടെ എൻ്റെ ഐഡിയ. എനിക്കിഷ്ടമാണ് ഈ മുട്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. മുട്ട വായിക്കകത്ത് ഈ മഞ്ഞില്ലേ, വായിക്കകത്ത് ഇങ്ങനെ വീട്ടിങ്ങനെ പൊട്ട. ഓ മാൻ, എന്താ സുഖം. സോ ഹിയർ ഇസ് മൈ ഫസ്റ്റ്. ഇത് ഫസ്റ്റ് ഏത് സാൻഡ്വിച്ച് റെഡി. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യില്ല കേട്ടോ, ഓപ്പൺ സാൻഡ്വിച്ചാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇവിടെ വെജിറ്റബിൾസ് ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഐ വിൽ ടേക്ക്. ഒരു ക്യാരറ്റും കുക്കമ്പറൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിനെ കൂടെ കഴിക്കാം. നിങ്ങൾക്ക് സത്യം അറിയാം, ഐ എം എ വെരി പിക്കി ഈറ്റർ. ഭയങ്കര പിക്കി ഈറ്റർ ആയിട്ടുള്ള ആളാണ് ഞാൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നത് ഇപ്പോഴാണ്. കാര്യം എനിക്ക് മറ്റേ ഗട്ടിന്റെ പ്രശ്നമൊക്കെ വന്നല്ലോ. ഗട്ടിന്റെ പ്രശ്നം വന്ന് നിങ്ങൾ അയ്യോ ആ വീഡിയോ കണ്ടത് ഓർമ്മയുണ്ട്. അത് കണ്ട് ഞാനിപ്പോ എനിക്ക് ഏപ്രിൽ തൊട്ട് ഐ ബീൻ ടേക്കിംഗ് ട്രീറ്റ്മെന്റ് ഫോർ ഇറ്റ്. ആൻഡ് ഐ ആക്ച്വലി സെഡ് ഗൈസ്, നമ്മളൊരു കഥ പറഞ്ഞിരുന്നില്ലേ, എന്നിട്ട് പെട്ടെന്ന് ഞാൻ ഇവിടെ എന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ
இந்த ഫോണിൽ മേൽ സ്റ്റോറേജ് ഖത്തം ഹോ ഗയാ. അത് ഞാൻ അറിഞ്ഞില്ല. അറിയാണ്ട് ഞാൻ 2 റൗണ്ട് ആദ്യം ഒരു ഫുൾ കഥ മൊത്തം പറഞ്ഞു തീർന്നിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു, റെക്കോർഡ് അത് പകുതി വെച്ച് കട്ടായി പോയി ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇത് എന്തുകൊണ്ട് കട്ടായി പോയി എന്നുള്ള കാരണം നോക്കാതെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുക. അപ്പോഴും ഞാൻ നോക്കണ്ട, അത് അത്രയും സംസാരിച്ചിട്ട് ഞാൻ വീണ്ടും നോക്കിയപ്പോഴാണ് your iPhone storage is full. So what I was saying was that when I had these gut health issues, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും എനിക്കൊന്നും, അതായത് ഒരു ബേസിക് ഇഡ്ലി ചമ്മന്തി പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരെ ഞാൻ എത്തിയിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ടുഡേ, അത് ഞാൻ ഏപ്രിലാണ് ഇതിൻ്റെ ഐ സ്റ്റാർട്ടഡ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ, ട്രീറ്റ്മെൻറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഡയറ്റ് ഒന്ന് ആദ്യത്തെ ഒരു 3 ആഴ്ച ഒരു ലോ ഫോഡ് മാപ്പ് ഡയറ്റ് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യെ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനത്തെ കുറച്ച് പരിപാടികൾ, അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഐ വിൽ ടെൽ യു. ആൻഡ് ടുഡേ ഈസ് ഓഗസ്റ്റ് 13 ആൻഡ് സത്യം പറഞ്ഞാൽ ഐ എം സോ മച്ച് ബെറ്റർ. അതായത് കുറേ എന്താ പറയുക, എനിക്ക് പണ്ട് വെറുതെ ആ പരിസരത്തൂടെ പോയാൽ പോലും കഴിച്ചാൽ വയറിന് പ്രശ്നം ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഇപ്പം ദൈവം സഹായിച്ച് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അത് പറയാനുള്ള കാരണം ഈസ് ബിക്കോസ് ആ ഒരു സമയത്ത്, അതായത് ഈ ഗട്ട് ഹെൽത്ത് ശരിയാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചൊരു സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റോ. ആൻഡ് ദാറ്റ് ഹാസ് നൗ ബിക്കം വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. എനിക്ക് ഭയങ്കര, അതായത് എളുപ്പപ്പണി അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഗട്ട് ഹെൽത്ത് ഒരു ലോ ഫോഡ് മാപ്പ് സമയത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന കുറേ ഫുഡ് ഞാൻ ഇപ്പോഴും ഐ ഡു ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഈസി ടു മേക്ക്. അങ്ങനെ ഈ സ്വീറ്റ് പൊട്ടറ്റോ വെച്ച് ഞാൻ മസാല ദോശ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് നൈസ്. ബൈ ദ വേ ലെറ്റ് മീ ഷോ യു മൈ ബ്രേക്ക്ഫാസ്റ്റ്. സി, ദോ മുട്ട വിത്ത് what is this called, sweet potato with the high protein bread, sourdough bread. ഇത് കഴിക്കണം. ഞാൻ എൻ്റെ ജോലി ചെയ്യണ സാധനത്തിൻ്റെ 90 ഡേയ്സ് കഴിഞ്ഞതുകൊണ്ട് 180 ഡേയ്സ് കഴിഞ്ഞതുകൊണ്ട് പാസ്വേഡ് മാറ്റണം. അതൊക്കെ മാറ്റിയിട്ട് ഞാൻ വരുന്നു. സമയം ചെറുതായിട്ടൊന്ന് 9:40 ആയി. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ജോലിൻ്റെ ഇടയിൽ ബിസി ആയതുകൊണ്ട് കഴിക്കട്ടെ. കഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ വാട്ട് ആം ഐ ഡൂയിങ് എന്നുള്ളത് ഐ വിൽ ലെറ്റ് യു നോ. കഴിച്ചിട്ട് വരാം. ഹലോ, എനിക്കില്ലേ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ കൊച്ചിനെ എപ്പോൾ നോക്കിയാലും പ്രശ്നമാണോ? അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാൻ ഓഫീസിൽ പോവുകയാണെങ്കിൽ ലൈക്ക് ദ ഡേയ്സ് ഐ ഗോ ടു ദി ഓഫീസ് ഐ ആം ആക്ച്വലി ഓക്കെ സിറ്റിംഗ് ഓൺ ടേബിൾ ആൻഡ് വർക്കിംഗ്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ആ ടേബിളിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യും. പക്ഷെ എനിക്ക് വീട്ടിലിരിക്കുകയാണെങ്കിൽ അതേപോലത്തെ ടേബിൾ എൻ്റെ അടുത്തുള്ളതും അതിനേക്കാളും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചെയറാണ്. പക്ഷെ എനിക്ക് അതിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്താണോ എന്തോ എനിക്ക് അതിലിരുന്ന് വർക്ക് ചെയ്യാനേ പറ്റില്ല. വർക്ക് ചെയ്യണ സമയത്ത് ഞാൻ സോഫയിലിരുന്നാണ് വർക്ക് ചെയ്യാറ്. നിങ്ങൾ അതായത് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ കാലൊക്കെ നേരെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ബ്ലാങ്കറ്റ് ഉണ്ടാവും. ആ ബ്ലാങ്കറ്റും കാലിൽ മൂടി ഫാനും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ജോലി ചെയ്യാം. സോ ഫസ്റ്റ് ലെറ്റ് മീ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ദെൻ ഐ ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു വർക്ക്. ഞാൻ പറഞ്ഞ എൻ്റെ ഇടയിൽ 9 മണിക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് പണിയാവും. അങ്ങനെയാണെങ്കിൽ 9 മണി എന്നുള്ളത് 9:40 50 അപ്പം ഞാൻ ഇന്ന് പെട്ടെന്ന് കഴിക്കട്ടെ. കഴിച്ചിട്ട് I will show you what my work is. And I will tell you what my work is. And then അങ്ങനെ ഈ ദിവസം എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് അപ്പോൾ നോക്കാം. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയോളൂ. നല്ല ടേസ്റ്റ് പറയല്ലേ കാര്യം. ഇറ്റ്സ് ആക്ച്വലി നൈസ് ബിക്കോസ് സ്വീറ്റ് പൊട്ടറ്റോയുടെ ടേസ്റ്റാണ്. പിന്നെ മുട്ട പൊളിച്ചേ ആർക്കാണ് ഉണ്ടാക്കാറിയാതോ? വെരി സിമ്പിൾ റെസിപ്പി ഗായ്സ്. ഉണ്ടാക്കി കഴിക്കും. ഓക്കെ, ഞാൻ കഴിച്ചു പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്ലാങ്കറ്റ് ഇതാണ് ഗൈസ്. നിങ്ങൾ എൻ്റെ അടുത്ത് റോ അൺഫിൽറ്റേർഡ് വെച്ചു, ഞാൻ നിങ്ങൾക്ക് റോ അൺഫിൽറ്റേർഡ് തരികയാണ്. അതിൻ്റെ അകത്ത് യാതൊരു എന്തില്ല വ്യത്യാസമില്ല. സോ ബേസിക്കലി ദിസ് ഇസ് ഹൗ ഐ ആക്ച്വലി ഓൾവേസ് വർക്ക്. ഓക്കെ, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഐ ആം എ വെബ് ഡെവലപ്പർ. ഓക്കെ, പക്ഷെ ഇപ്പൊ ഞാൻ വെബ് ഡെവലപ്പർ ആണോ ചെയ്യണമെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി അങ്ങനല്ല. ഐ ആം എ കണ്ടന്റ് മാനേജർ. ഞാൻ വെബ് ഡെവലപ്പർ ആയിട്ടാണ് ഇവിടെ ദുബായിൽ ആദ്യം ജോലി ചെയ്ത് തുടങ്ങിയത് ബാക്ക് ഇൻ 2018. അങ്ങനെ ഞാനൊരു 2 വർഷം, ഓൾമോസ്റ്റ് 2 വർഷം, അതായത് 2 വർഷത്തിന് 2 മാസം ബാക്കി നിൽക്കെ നമ്മൾ അവിടെ നിന്ന് വിട്ടു. ആഫ്റ്റർ ദാറ്റ് ഞാൻ അടുത്ത ജോയിൻ ചെയ്യുന്ന ഒരു കണ്ടന്റ് പ്രൊഡ്യൂസർ ആയിട്ടാണ്. ആൻഡ് ദെൻ നൗ ഐ ആം വർക്കിംഗ് ഇൻ ഫിലിപ്പ് മോറിസ് ആസ് എ വെബ് കണ്ടന്റ് മാനേജർ. സോ ദാറ്റ് ഇസ് മൈ ജോബ്. ആൻഡ് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബോറടിച്ചു. ബോറടി എന്നൊക്കെ പറഞ്ഞാൽ 4 വർഷം നമ്മൾ ഒരേ സാധനം ചെയ്യുമ്പോൾ ആർക്കായാലും സ്വാഭാവികമായും ബോറടിക്കുമല്ലോ. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ ഓഫീസിൽ എൻ്റെ മാനേജറിനൊക്കെ പറഞ്ഞിട്ട്
ഞാൻ പറഞ്ഞു കുറച്ച് കൂടുതൽ റെസ്പോൺസിബിലിറ്റി തരൂ എന്ന് പറഞ്ഞു. അവരാണെങ്കിൽ അവരെടുത്ത് പറയാം റുബീന റെസ്പോൺസിബിലിറ്റി റുബീനെ കണ്ടുപിടിക്കും, എന്തൊക്കെ റുബീനക്ക് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കും. ഞാൻ ഇങ്ങനെ എതിർമേലെ മറ്റേ പരിപാടി പോയില്ല MSc. അങ്ങനെ ഞാനിപ്പോൾ പുതിയതായിട്ട് ഞാനൊരു സാധനം പഠിക്കുക. ആ സാധനത്തിൽ കണ്ടന്റ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് വെബ്സൈറ്റിൽ ഓരോ എന്താണ് എവിടെയൊക്കെ ആൾക്കാർക്ക് എന്തൊക്കെ എങ്ങനെ ക്ലിയറായിട്ട് പറഞ്ഞു. കണ്ടന്റ് സ്ക്വയർ സംതിങ്ങിലേക്കോ നമുക്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മളിത് ഒപ്റ്റിമൈസേഷൻ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ അത് പഠിക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഞാനിപ്പോൾ. കുറേ ദിവസമായി ഞാൻ ഈ കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഓഫ് ടുഡേ ഐ ആം ലേണിംഗ് കണ്ടന്റ് സ്ക്വയർ ആൻഡ് ആഫ്റ്റർ 1:30 എനിക്ക് സൗദിയിലെ ബ്രാൻഡ് ക്യാമ്പയിൻ ചെയ്യണം. സൗദിയിലെ ബ്രാൻഡ് ക്യാമ്പ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് കുവൈറ്റിന്റെ ബ്രാൻഡ് ക്യാമ്പയിൻ. ബാക്ക് ടു ബാക്ക് പണി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സൗദി കഴിയുമ്പോൾ കുവൈറ്റ്, കുവൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദി കുവൈറ്റ് വിട്ടൊരു കളിയില്ല. അതിൻ്റെ അകത്ത് നമുക്ക് UAE ഉണ്ട്, പക്ഷേ ഐ എം നോട്ട് ഹാൻഡ്ലിംഗ് UAE. സോ ദാറ്റ് ഈസ് ബേസിക്കലി മൈ വർക്ക്. I manage everything for ICO's website in Saudi, Kuwait and Bahrain, and they also have another thing in Kuwait called Weave. Weave-ന്റെ Wave 1. ഈ 4 വെബ്സൈറ്റുമാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ പണി. അപ്പോൾ ഞാൻ കുറച്ച് പണിയുണ്ട് ഇന്ന്. ബിക്കോസ് സി ഐ ഡിഡ് നോട്ട് പ്ലാൻ എനിത്തിങ് ടു ബി ഓണസ്റ്റ്, ആൻഡ് ബിക്കോസ് ഐ ഡിഡ് പ്ലാൻ എനിത്തിങ്, ഇതൊരു ആക്ച്വൽ റോ അൺഫിൽറ്റർഡ് സ്പെൻഡ് ദ ഡേ വിത്ത് മീ, ജസ്റ്റ് സ്പെൻഡ് ഇറ്റ് വിത്ത് മീ. ഐ തിങ്ക് അവർ കുറച്ച് കഴിയുമ്പോഴൊക്കെ രാവിലത്തെ കോമഡി കഴിഞ്ഞു ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ജോലി ചെയ്യാൻ ലൈക്ക് 9 to 6. ദർ ഇസ് നോ നത്തിങ്, എന്താ പറയുക, ഒന്നുമില്ല, കണ്ടന്റ് ഇല്ലാത്തതിന് ഇല്ലാന്നല്ലേ ഞാൻ പറയണം, തുറന്നു പറയണമല്ലോ. അത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് സീ ഹൗ ദ റെസ്റ്റ് ഓഫ് ദ ഡേ ഗോസ്. ഐ ഹോപ്പ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ഹാപ്പൻ ചെയ്തില്ലെങ്കിലും അങ്ങനെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എസ്പെഷ്യലി വെൻ യു വർക്കിംഗ് 9 to 6 ആൻഡ് യു ഹാവ് എ ബിസിനസ് ഓൺ ദ സൈഡ്. ബിസിനസ് ഓൺ ദ സൈഡ് എന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സാധനമേ എനിക്ക് ഓർമ്മ വന്നത്. ഇത് ഇൻട്രസ്റ്റിംഗ് ഹാപ്പൻ ചെയ്യണം, ഇത് എസ്പെഷ്യലി ഇറ്റ്സ് എ വർക്കിംഗ് ഡേ. അപ്പോൾ അതിൻ്റെ അകത്തൊരു സാധനം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബിറ്റ്, അതായത് ഈ പറയുന്ന കണ്ടന്റ്, ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് കൊണ്ടുവരിക നടക്കില്ല. I will just show you, as I said, നിങ്ങൾ ചോദിച്ചു ഞാൻ തരുന്നു എന്ന് പറയുന്നതല്ല. As you said, this is a raw unfiltered. ഒരു 10 തവണ ഈ raw unfiltered പറയണം, a day in my life. ഒന്നും മനസ്സിലാവില്ല, പിന്നെ അങ്ങനെ ഇരിക്കുന്നു. സമയം 11:48. ഇത് നോക്കി പഠിച്ച് എനിക്ക് ബോറടിച്ച് ഉറക്കം പോകാൻ വേണ്ടിയിട്ട് നടക്കാമെന്ന് വിചാരിച്ചല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു I will talk to you about one thing that I was thinking, which is, ഞാൻ എൻ്റെ മുറി കയറി മിക്കവാറും ഈ നടക്കുന്ന ഇതിൽ നിങ്ങൾ കുറച്ച് കച്ചറന്നല്ല, ഞാൻ നിങ്ങളെ തുണി കഴുകിയിട്ട് ആ തുണി എടുത്ത് ബെഡിലിട്ടു. പിന്നെ ഞാൻ നിങ്ങളെ ജിമ്മിൽ പോയിട്ട് ഇട്ടതും, പിന്നെ അതല്ലാതെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു 2-3 ഉടുപ്പുകൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇഗ്നോർ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച കാര്യം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുമാണ്. പല ആൾക്കാരും വീഡിയോസ് ചെയ്യുമ്പോൾ അവർ മേക്കപ്പ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര ഒരു രസമായിട്ടാണ് പീപ്പിൾ ആക്ച്വലി ഡു വീഡിയോസ്. ആൻഡ് ദെൻ ദെയർ ഇസ് മീ who is in my വീട്ടിലെ ഉടുപ്പ് with my hair like this. Most of my videos start with me in my night dress. എന്ത് ചെയ്യാനല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഫുൾ ടൈം വീട്ടിലിരിക്കുന്നത് ഞാൻ ആഴ്ച 2 ദിവസമാണ് ഓഫീസിൽ പോവുക. ആ പോകുന്ന 2 ദിവസവും ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ പോയി ഈ ക്യാമറയുടെ ആംഗിൾ മാറിക്കൊണ്ടിരിക്കുന്നത് കൈ വേദനിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന സാധനം നേരെ ചെയ്യുന്നത് ഇങ്ങനെ വന്നതാണ്. ഓക്കെ, മൺഡേ പോയിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ അലർജികൾ രാവിലെ എണീറ്റപ്പോൾ എനിക്കൊരു കൺജസ്റ്റഡ് ചെസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ രാവിലെ തന്നെ ആവി പിടിച്ചിട്ടാണ് ഓഫീസിൽ പോയിരുന്നതും മോനെ തുമ്മലെന്നൊക്കെ പറഞ്ഞാൽ ഒരു 2 റൗണ്ട് തുമ്മൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചായി ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ ഫ്ലോറിൽ ഇരുന്നാലാണല്ലോ കുഴപ്പം, നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ ഉള്ളൊരു റൂമുണ്ട്, ആ റൂമിൽ ഇരിക്കുന്ന പെണ്ണ് മെറ്റേണിറ്റി ലീവിന് പോയിരിക്കാം. സോ ഐ തോട്ട് ആ റൂമിൽ കയറി ഇരുന്നപ്പോൾ നല്ല ആംഗിൾ, ഞാനിപ്പോൾ എൻ്റെ ആംഗിൾ ഞാൻ ചുമ്മാ ഞാൻ കണ്ണാടി നോക്കിയപ്പോൾ കൊള്ളില്ല കേസ്. ഐ ചോസ് ദാറ്റ് റൂം ആൻഡ് ഐ വാസ് സിറ്റിംഗ് ദർ. എന്നിട്ട് എന്ത് സംഭവിച്ചു, അവിടെ ഇരുന്നിട്ട് എനിക്ക് വീണ്ടും ചുമ വന്ന് കൺജസ്റ്റഡ് ചെസ്റ്റായി, എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലെത്തി. ഐ ആം ആക്ച്വലി ഹാവിങ് മെഡിസിൻസ് ഫോർ മൈ അലർജി. പക്ഷേ ദർ ആർ സം ഡേയ്സ്, എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു അതിന് 2-3 ദിവസം മുന്നേ ഞാൻ തണുത്ത വെള്ളം കുടിച്ചു. പിന്നെ കുറച്ച് തണുപ്പ്, കാരണം ഇവിടെ അമ്മ അതിൽ ചൂടായോണ്ടേ ഐ ഫെൽറ്റ് ബിറ്റ് കുറച്ച് തണുപ്പാകാം എന്ന് ഞാൻ സ്വയമേ വിചാരിച്ചു.
ആ വിചാരം തെറ്റായിരുന്നു. അതായിരിക്കും കൺജസ്റ്റഡ് ചെസ്റ്റ് വരാൻ കാരണം എനിക്ക് തോന്നുന്നു. സോ യാ, അങ്ങനെ ഞാൻ 11 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഐ കെയിം ഹോം. സോ ഈ ആഴ്ച ഞാൻ ഓഫീസിൽ പോകില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഓഫീസിൽ പോലെ ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന ഞാൻ വീട്ടിലെ വേഷത്തിലല്ലാതെ ഞാൻ വേറെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാഷ് ബൂഷ് മേക്കപ്പ് ഒക്കെ ഇട്ട് വീഡിയോ എടുക്കുന്നത് അതങ്ങോട്ട് ശരിയാവില്ല. അതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ആരുടെയോ വീഡിയോയില് ഞാനും ആശയും കൂടെ കണ്ടുകൊണ്ടിരുന്നത് ആൾക്കാരൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്താണ് എന്താണ് ഓരോ വീഡിയോ ചെയ്യണം. ഞാൻ മാത്രമാണ് ആശിക്ക, അതെ നീ മാത്രമാണ് ഈ അവന്റെ കോലത്തിൽ വീഡിയോ എടുക്കണത്. അയ്യോ, ഓ മൈ ഗോഡ്, യു സീ ദ ഡ്രസ് അവിടെ. ഇഗ്നോർ. ഓഫീസിൽ പോയാലും ഓഫീസിൽ ഇരുന്നിട്ടും കുറച്ചൊരു ഉറക്കമൊക്കെ വരും. അപ്പം ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഇപ്പോൾ വീട്ടിൻ്റെ അകത്ത് നടന്നില്ലേ, ആ എൻ്റർടൈൻമെൻറ്റിന് പകരം ഞാൻ എന്ത് ചെയ്യും, പൊരിഞ്ഞ വെയിലത്ത് പോയി അങ്ങോട്ട് 2 റൗണ്ട് നടക്കും. ആ വെയിലത്തോട്ട് അങ്ങ് ഇറങ്ങി ഒരു 2 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ അയ്യോ എൻ്റെ മൈക്ക് ഓണല്ലേ, ദിസ് മൈക്ക് ഇസ് എ ദുരന്തം ഗൈസ്, പറയാതെ വയ്യ. അങ്ങനെയല്ല, നല്ലൊരു മൈക്കാണ്, എനിക്ക് അറിഞ്ഞിട്ട് എന്ത് പറ്റുന്ന ഇപ്പോൾ ഓണായി. അതിന് തോന്നുമ്പോൾ ഓണാവുക, തോന്നുമ്പോൾ ഓഫ് ആവുക. ഞാൻ പറഞ്ഞിരുന്നത്, ആ പൊരിഞ്ഞ വെയിലത്ത് പോയിട്ട് 2 റൗണ്ട് നടക്കണ്ട. ആ പൊരിഞ്ഞ വെയിലത്തോട്ട് നമ്മളിങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഏത് നേരത്തെ അത് തോന്നും. ഐ തിങ്ക് 1 മിനിറ്റ്, ഇൻസൈഡ് 1 മിനിറ്റ് നമുക്ക് ആ ഉറക്കം അങ്ങ് മാറിക്കിട്ടും. പിന്നെ ഞാനൊരു കാര്യം കണ്ടു ഈ സ്ക്രീനിൽ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിഷൻ ബോർഡിൽ ഒരു സാധനം ഇതിൻ്റെ അകത്ത് വന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ കാണുന്ന നമ്പർ 10,000 സബ്സ്ക്രൈബർ. ഇപ്പം 1000 അടിച്ച് എനിക്ക് ഇപ്പം തന്നെ 10,000 സബ്സ്ക്രൈബർ ആവുക എന്ന് പറയുന്നത് അത് കുറച്ച് അതിമോഹമായി പോകില്ലേ. ബട്ട് ഓൺ അനദർ നോട്ട്, അറ്റ് സം പോയിന്റ് ദാറ്റ് വി വിൽ റീച്ച് ദർ. അന്ന് ഞാൻ തന്നെ ഞെട്ടിത്തകരും. ഞാൻ ഇങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് കുറേ അല്ല, എൻ്റെ അടുത്ത് ഒരേ ഒരാളെ ചോദിച്ചോളൂ 1000 സബ്സ്ക്രൈബർ ആയതിൻ്റെ സെലിബ്രേഷൻ വീഡിയോ ഇടണം എന്ന്. 1000 സബ്സ്ക്രൈബർ ആയതിൻ്റെ സെലിബ്രേഷൻ സത്യം പറഞ്ഞാൽ ഒരു സെലിബ്രേഷനും ഇല്ല. കാര്യം ബാക്കി എല്ലാവരും, ലൈക്ക് ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഡു ദാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ, യുനോ, ലൈക്ക് 1000 സബ്സ്ക്രൈബർ ആയി ഹായ് സെലിബ്രേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് ഹാവ് സച്ച് എ വീഡിയോ. ആ സെലിബ്രേഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ യു വുഡ് ഹാവ് സീൻ 1000 ആയപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചത്. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഇവിടെ എവിടെയെങ്കിലൊക്കെ I will put that video. Why no celebration video? Because എന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. സത്യമായിട്ട് എനിക്ക് വന്നു 1000 ആയപ്പോൾ ഞാൻ ആഷിക്കിനെ വിളിച്ചു പറഞ്ഞു 1000 ആയി. അപ്പോൾ ആഷിക്കാണെങ്കിൽ ഞാൻ കണ്ടു, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ there is no celebration. ഈവൻ ഫോർ എ ഫാക്ട് ബർത്ത്ഡേക്ക് പോലും എനിക്ക് അങ്ങനെ ഒരു ഉണ്ണിസാർ ഇത്തവണ നാട്ടിലായതുകൊണ്ട് ഉണ്ണിസാർ ഒരു കേക്ക് മേടിച്ചിട്ട് വന്നു. ഇവിടെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ ഒരു സെലിബ്രേഷനും ഉണ്ടാകാൻ യാതൊരു ചാൻസും ഇല്ല. ഞാൻ ബർത്ത്ഡേയുടെ അന്നാണ് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അതായത് 23rd June വാസ് മൈ ബർത്ത്ഡേ. 23rd രാത്രിയായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. 24th early morning I got here to Dubai. ആൻഡ് അങ്ങനെ അന്ന് എത്തിയപ്പോഴും ഞാൻ വീട്ടിൽ വന്ന് കയറുന്നു, പെട്ടി ഇവിടെ മുഴുവൻ ഇങ്ങനെ വെച്ചതും ആശയ്ക്ക് ഇങ്ങനെ കബോർഡ് നിർത്തി ഗിഫ്റ്റ് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ. ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, കഴിഞ്ഞു. അത്രേ ഉള്ളൂ എൻ്റെയൊക്കെ സെലിബ്രേഷൻ. അതർ ദാൻ ദാറ്റ് ഈ പറയുന്ന 1000 സബ്സ്ക്രൈബേഴ്സിന് ഞാനല്ലാതെ വേറെ ആരും അങ്ങനെ അതൊരു വലിയ സംഭവമായി known as in my family, and especially my family, we don't have that kind of ഒന്നുമില്ല, തുറന്നു പറയാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ഒരു പല ആൾക്കാരും മറ്റേ സർപ്രൈസ് ആയിട്ട് ഇപ്പം എന്താ പറയുക നാട്ടിലോട്ട് ഇപ്പം നമ്മളെല്ലാവരും കൂടെയാണ്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ സർപ്രൈസ് എലമെന്റ് എന്നും പറഞ്ഞ് നമ്മുടെ ഫാമിലിയുടെ ഇടയിൽ ഒരു പരിപാടിയും നടക്കാത്തത് വേറെ ഒന്നല്ലേ തന്നെ. സർപ്രൈസ് ഒക്കെ കൊടുത്താലും എല്ലാവരുടെയും നമ്മൾ 5 പേരുടെയും ഇവനൈസ് 5 പേര്, മീ, മൈ മോം, ഡാഡ്, ഡാന ആൻഡ് ഇത്ത, നമ്മുടെ 5 പേരുടെയും റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇത്ത വീണ്ടും കുറച്ചെന്തെങ്കിലും ഒരു ഇത് കാണും. ബാക്കി നമ്മൾ 4 പേരുടെയും റിയാക്ഷൻ സെയിം ആണ്. ഓക്കെ ശരി, വി ആർ ദോസ് പീപ്പിൾ ഹു ആർ ലൈക്ക് എന്താ പറയാ, അങ്ങനെ വിലയില്ല എന്നല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് വികാരങ്ങൾ പുറത്തു വരാത്ത ആൾക്കാരാണ് നമ്മൾ. അത് നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് സീക്രറ്റാണ്. ആഷിക്കിന്റെ ബർത്ത്ഡേക്ക് നമ്മളിപ്പം വി ഹാഡ് എ സർപ്രൈസ് പാർട്ടി ഹിയർ. ആഷിക്കിന്റെ മുഖത്ത് നിന്ന് അത്രയും എക്സ്പ്രഷൻ എങ്കിലും നമുക്ക് കിട്ടിയില്ലേ. ഇത് എനിക്കാണ് തന്നിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കൂ എന്തായിരിക്കും അവസ്ഥ എന്നറിയാം.
പ്രോബബ്ലി ഇവർ ഈ മറ്റേ സർപ്രൈസ് എന്ന് പറഞ്ഞ് ചാടിയപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി. അതായത് അത് സർപ്രൈസിന് ഞെട്ടലല്ല, അന്ന് ഇവിടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം മറ്റേ ആ പാർട്ടി പേപ്പർ പൊട്ടിച്ചപ്പോൾ ഞെട്ടിയത്. അത് ഞാൻ അതെന്നെ ഞെട്ടലല്ല, ഞാൻ മൊത്തത്തിൽ ഞാൻ ഞെട്ടുന്ന ഒരാളാണ്. അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ കിച്ചണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആശയ്ക്കൊന്നും അതായത് സൗണ്ട് ഒന്നും ഉണ്ടാക്കാറുണ്ട് ബാക്കി കൂടെ ഞാൻ അപ്പം ഞെട്ടും. അങ്ങനെ ആ ഒരു ഞെട്ടലേ എനിക്കിപ്പോൾ ഇവർ എല്ലാവരും കൂടെ ഇപ്പോൾ ചാടുമ്പോൾ ഉണ്ടാവുള്ളൂ. അതല്ലാണ്ട് എൻ്റെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് വുഡ് ഹാവ് ബീൻ ലൈക്ക് എനിക്കറിയായിരുന്നു. ഓക്കെ, സോ that is why there is no video for 1000 subscribers, to be honest. അങ്ങനെ നോ വീഡിയോ എന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ വീഡിയോ ഒന്നും ഇല്ലാത്തത് വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് 1000 ആയി, ഇതായിരുന്നു എൻ്റെ റിയാക്ഷൻ. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉറക്കം കളയാൻ വേണ്ടി നടത്താം. ഓൾമോസ്റ്റ് 10 മിനിറ്റ് ആയി. അപ്പോൾ ബാക്കി പണിയെടുക്കട്ടെ. ഈ പഠിക്കണ സാധനം തുറന്നു പറഞ്ഞാൽ എന്തൊരു വേറെ പരിപാടിയാണല്ലേ. ജോലിക്ക് വേണ്ടിയൊക്കെ പഠിക്കണം. ഒന്നാമതേ നമ്മൾ സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞാണ് വന്നത്, എന്നിട്ട് ഇനി ജോലിയിൽ കയറിയിട്ട് അവിടെയും പഠിക്കണം. എന്തൊരു കഷ്ടമാണ് ഗൈസ് ഇത്. അപ്പൊ ഞാൻ പോയി ബാക്കി പഠിക്കട്ടെ. 12:30, ദാറ്റ് ഈസ് മൈ ലഞ്ച് ടൈം. എന്താണ് ലഞ്ച് തെരിയാതെ? ഐ എം തിങ്കിങ് മുട്ടക്കറി ഉണ്ട്, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്നുകിൽ താഴെ കടയിൽ പോയിട്ട് ദോശമാവ് മേടിച്ചിട്ട് വന്നാൽ നമുക്ക് ദോശയും മുട്ടക്കറിയും ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റാഗിപ്പുട്ടാക്കിയാലും ഞാൻ ആലോചിക്കുന്നുണ്ട്. റാഗിപ്പുട്ടാണെങ്കിൽ പുട്ടുപൊടി ഇപ്പോഴേ നമ്മളൊന്ന് ഞാൻ സാധാരണ ഒരു 5 മിനിറ്റ് ഇപ്പോഴേ ചെയ്ത് വെക്കാം. ചെയ്ത് വെച്ചാൽ എന്ത് പറ്റും, 12:30 എനിക്ക് വന്ന് കഴിച്ചാൽ മതിയല്ലോ. ഞാൻ അന്ന് പോയിട്ട് ശക്ലൊന്ന് മേടിച്ചതാ റാഗി പൊടി. പക്ഷെ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഇവരെഴുതിയൊക്കെയാണ് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ടേക്ക് മന്ന സ്പ്രൗട്ടഡ് റാഗി ഫ്ലോർ ആൻഡ് റോസ്റ്റ് ഇറ്റ് വെൽ. എനിക്കെങ്ങനെ റോസ്റ്റ് ചെയ്യാൻ? പിന്നെ റോസ്റ്റ് ഒന്നും ചെയ്യാണ്ട് നമ്മൾ നേരെ ഇട്ട് കുഴച്ച് നമുക്ക് പുട്ടുണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ പുട്ടുപൊടി ഈ ബോക്സിലാക്കാം. ഐ ഡോണ്ട് നോ ഹൗ നിങ്ങളുടെ റാഗിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഉമ്മ പഠിപ്പിച്ചെന്ന മെത്തേഡ് ഈസ് യു ടേക്ക് സം റാഗിപ്പൊടി ആൻഡ് ദെൻ യു മിക്സ് ഇറ്റ് വിത്ത് സം അരിപ്പൊടി. നമ്മുടെ സാധാ പുട്ടുപൊടിയില്ലേ, ആ പുട്ടുപൊടിയും ഇതും മിക്സ് ചെയ്യാം. നമ്മുടെ തേങ്ങ. പക്ഷെ അതിൻ്റെ അകത്ത് വേറൊരു സാധനം കൂടെ നമ്മൾ മിക്സ് ചെയ്യാം. എന്താണ് ആ സാധനം എന്ന് ചോദിച്ചാൽ ഇടുമ്പോൾ കാണിച്ചില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാം ഇപ്പം ഞാൻ കാണിച്ചില്ല, ഉണ്ടാക്കുമ്പോൾ കാണിച്ചില്ല. ഓക്കെ, എനിക്ക് മാത്രമാണ് ഇപ്പോൾ പുട്ടുണ്ടാക്കുന്നത്. സോ ഞാൻ ഇത്രയും പുട്ടുപൊടി എടുത്തു. ഇത് ഐ തിങ്ക് ഇറ്റ്സ് എ ബിറ്റ് ടു മച്ച്. കുഴപ്പമില്ല, ടു മച്ച് ആണെങ്കിൽ ബാക്കി നമുക്ക് ആശയ്ക്ക് വരുമ്പോൾ ആശയ്ക്കിന് കൊടുക്കാം. ഓക്കെ, ഇൻ ദീസ് വി പുട്ട് ദീസ് ആൻഡ് ദെൻ വി പുട്ട് പുട്ടുപൊടി. അത് കുറച്ച് മതിയോ, കുറേ ഒന്നും വേണ്ട. മെഷർമെന്റ് ഒന്നും ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യും. ചിലപ്പോൾ ഇത് കൂടുതലായിരിക്കും, കുറവായിരിക്കും, എന്തായാലും പുട്ട് തന്നെ ഇല്ല. ദെൻ യു പുട്ട് സം ഉപ്പ്. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതാണ് ഉപ്പിടുമ്പോൾ ഒന്നുകിൽ കൂടി പോവുക അല്ലെങ്കിൽ തീരെ കുറഞ്ഞു പോവുക. കുറച്ച് വെള്ളം. പുട്ടുണ്ടാക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കണോ? നിങ്ങൾ ചെയ്യുക. നേരത്തെ പറഞ്ഞില്ലേ ഗട്ട് ഹെൽത്തിന്റെ പ്രശ്നം നമ്മൾ ശരിയാക്കിക്കൊണ്ടിരുന്നപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ കഴിച്ചു തുടങ്ങി. അങ്ങനെ കഴിച്ചതാണ് ഈ റാഗിപ്പുട്ട്. നോർമലി എത്രയും നാൾ മുന്നേ റാഗിപ്പുട്ടെന്നൊക്കെ എനിക്ക് പറഞ്ഞു ഹൗ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ ഒരു ദിവസം ഉണ്ടാക്കി തന്നു. അങ്ങനെയാണ് ഐ ലൈക്ക് ഇറ്റ്. ഐ ഫെൽറ്റ് നമ്മൾ സാധാരണ പുട്ട് കഴിക്കുമ്പോൾ തന്നെ ഉണ്ട്. അങ്ങനെ ആ സമയത്ത് എനിക്ക് ഈ ഗട്ട് ഹെൽത്ത് പ്രശ്നം ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് വാട്ട് ഐ എം സേയിങ് ഇസ് ദാറ്റ് ഇനീഷ്യലി ഒരു 3 weeks ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ ഒരു സവാള കഴിക്കാൻ പറ്റില്ല, വെളുത്തുള്ളി കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നൊരു വീഡിയോ എന്താണ് എന്നൊക്കെ വിളിച്ചില്ലേ. ഓ മൈ ഗോഡ്. അത് തുടങ്ങിയതിന് ശേഷം ഒരു 3 weeks ഐ തോട്ട് ഇറ്റ് വാസ് ഗോയിങ് ടു ബി വെരി ഹാർഡ്. ബട്ട് നോ, അത് കുഴപ്പമില്ലാണ്ടൊരു നല്ലൊരു 3 weeks ആയിരുന്നു കേട്ടോ. അതായത് ആ 3 weeksലാണ് ഇത്ര എളുപ്പത്തിൽ പല കറികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എണ്ണ ഇല്ലാതെ, എയർ ഫ്രയർ ഇല്ലാതെ, ഗ്രില്ല് യൂസ് ചെയ്യാതെ ചിക്കൻ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ പല പുതിയ റെസിപ്പികൾ ഞാൻ ആ സമയത്ത് കണ്ടുപിടിച്ചു. ഇഫ് യു വാണ്ട് കമൻറ്റ് ബിലോ ആൻഡ് ഐ വിൽ ഷോ യു ദോസ് റെസിപ്പീസ്. വെരി ഈസി ടു മേക്ക്. അത് ലിറ്ററലി ആ ഒരു 3 weeks 10-15 മിനിറ്റിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ലൈക്ക് സാധാരണ മറ്റേ അരിയ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലാതെ 15 മിനിറ്റിൽ കുക്കിംഗ് കഴിഞ്ഞ് കഴിക്കാതിരിക്കുമായിരുന്നു. അത്രയും ഈസി പരിപാടി വാസ് ദെയർ. ബിക്കോസ് സവാള അരി ഉണ്ടാവും, വെളുത്തുള്ളി അരി ഉണ്ടാവും. യുനോ ലെറ്റ് us make പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇതിനകത്ത് ഞാനൊരു സാധനം ഇടും, വേറെ ഒന്നുമല്ല. ഐ വിൽ ഷോ യു. സോ ഫസ്റ്റ് യു പുട്ട് സം പുട്ടുപൊടി ഇൻടു ദ പുട്ടുകുറ്റി.
Next you put your tega. And then you put that ingredient which is jaggery. ശർക്കര പൊടിച്ചത്. അതിങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ ഇടാം. കുറേ വാരിക്കോരി ഇടരുത്, കുറച്ച് ഇങ്ങനെ ഇടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് വരും. ഇത് എനിക്ക് ഉമ്മ കാണിച്ചതാണ്. ഇന്നത്തെ ലഞ്ച് പുട്ടും മുട്ടക്കറി ഓൾസോ ഉമ്മ ഐ ലേൺ ഇറ്റ് ഫ്രം ഹെർ ആൻഡ് ഐ മേക്ക് ഇറ്റ് നൗ. ഇറ്റ് ടേക്സ് ഹാർഡ്ലി 10 minutes. കാരണം സവാള ഇല്ല, വെളുത്തുള്ളി ഇല്ല, തേങ്ങ വെച്ചിട്ടുള്ള ഒരു കറി, മുട്ടക്കറി നല്ല ടേസ്റ്റാണ്. ലെറ്റ് മീ സി. ഞാൻ ആക്ച്വലി സത്യം പറയട്ടെ, ആ സമയം എനിക്കും സവാളയും വെളുത്തുള്ളി ഒന്നും കഴിക്കാൻ പറ്റാത്ത ആ സമയത്ത് ഐ ആക്ച്വലി ടുക്ക് എ കപ്പിൾ ഓഫ് വീഡിയോസ്. വ്ളോഗായിട്ട് ഞാൻ എടുത്തു തോന്നുന്നുണ്ട്. അത് ഞാൻ ഇട്ടില്ല, കാരണം എനിക്ക് തോന്നുന്നു ഞാൻ Day 1 Day 2 അങ്ങനെയാണ് എടുത്തത്. പക്ഷേ Day 2 ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തീർന്നു, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതാണ് സത്യം. ഈ സവാള ഒന്നും ഇല്ലാത്ത നല്ലൊരു മുട്ടക്കറി ഞാൻ റെസിപ്പി ആയിട്ടൊരു ദിവസം ഇടാം. ഇഫ് യു വോണ്ട് ലെറ്റ് മീ നോ, കമന്റ് ഇൻ ദ കമന്റ് ബോക്സ് ഗയ്സ്. ബൈ ദ വേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ഓൺ മൈ വീഡിയോ സോ ദാറ്റ് യു നോ നമുക്ക് കുറച്ചുകൂടെ നല്ല നല്ല വീഡിയോസ് ചെയ്യാലോ. എൻ്റെ വെള്ളം ചെറുതായിട്ട് തിളച്ചു തുടങ്ങി. ലെറ്റ് us put it in the പുട്ടുപെട്ടി. ബൈ ബൈ, ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഈ കച്ചറൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് വൃത്തിയാക്കണം, ഇല്ലെങ്കിൽ ഒരു രസം കാണില്ല. പുട്ട് ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്നെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് വമ്പൻ കോമഡി. ഒരു മിനിറ്റ്, ഞാൻ ട്രൈപോഡ് എടുത്തോട്ടെ. സോ ബേസിക്കലി ഈ സാധനം ഇതിൽ നിന്നും എടുക്കാൻ എനിക്കതൊന്നുമില്ല. എപ്പോൾ ഉണ്ടാക്കിയാലും ആശിക്കിനെ ഞാൻ വിളിക്കും. ഇന്നിവിടെ ആശിക്കില്ല. കുത്തിയിടാൻ ഒരു പാത്രം വേണ്ടേ? പാത്രം മിസ് ചെയ്യാം. ഇനി കുത്തിയിടാനുള്ള സാധനം വേണ്ടേ? അത് എന്റെ ഫ്രണ്ട് കുത്തിയിട്ടാ പോരെ. സംഭവം ഈ സാധനത്തിന് കുറച്ച് ചൂടുണ്ട്. എനിക്ക് അത്ര ചൂടത്ര ഇഷ്ടമില്ല. ഓക്കെ, സോ ബേസിക്കലി ഞാൻ പല പരിപാടികളും ട്രൈ ചെയ്യും. പക്ഷെ എനിക്ക് പേടിയാ. കണ്ടോ ഈ സാധനം നീങ്ങി പോണ്. Oh my god, this is I can do this, okay? ഇത് എങ്ങനെ പുറത്തോട്ട് എടുക്കുന്നേ? നമ്മെ പുട്ടുമായി കഴിക്കാനും പറ്റില്ലല്ലേ. പുറത്ത് വാ. അയ്യോ, ഇതളക്കി ഇനി വരരുത് കേട്ടോ. വന്നാ ഞാൻ 3G. അയ്യോ, അതിന്റെ ഇളക്കം കണ്ടിട്ട് അത് ഇളകി വരും. ഇതെങ്ങനെ പുറത്തോട്ട് എടുക്കും ദൈവമേ. ഈ സ്ക്രൂ ഊരി വരുന്നുണ്ട്. ടൈറ്റ് ആയിട്ട് ഇല്ലെങ്കിൽ ഇതെങ്ങാനും ഇനി ഇളകി വന്നാല് ഈ പൊട്ടുവിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ തുടക്കത്തിൽ പറയില്ലേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ഇതായിരിക്കും തോന്നുന്നത് ഇൻട്രസ്റ്റിംഗ് എലമെന്റ്. ഒരു പുട്ടുണ്ടാക്കിയതാണ്. എന്തൊക്കെ കാണണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതിനെ കുറിച്ച് ചേട്ടന്റെ ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലല്ലേ എന്നല്ലേ. ഇപ്പൊ എനിക്ക് ആക്ഷൻ ബുദ്ധി കാര്യം. ഇതിനായിട്ട് കറക്കണ്ട, ഇതിനായിട്ട് കറക്കിയാൽ ഞാൻ പാട്ടുപാടാൻ മ്യൂസിക് ഇപ്പൊ ഇവിടെ ഉണ്ട്, അത്യാവശ്യമുണ്ട്. കറാക്കിൽ പൊട്ടൻ സംഭവം ഇത് ഇങ്ങനെ ആയല്ലോ. ഇത് നീ കുറച്ചോട്ട് വരണം. വരുന്നില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് ഊരി എടുക്കാനുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണം. സത്യം കഷ്ടമാണ് ദൈവം. ഒരു പുട്ടുണ്ടാക്കിയിട്ട് പുട്ടിനെ പുറത്തോട്ട് എടുക്കാൻ പറ്റാണ്ട് ദിസ് ഹാപ്പൻസ് ഓൾവേസ്. ഇതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ചേട്ടപ്പുട്ടാക്കിയാല് നിങ്ങൾക്ക് മറ്റേ ഒന്നും മസാലത്തിന്റെ പേര് ശർക്കര ഇടുന്നത് കാണിച്ചു തരാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് ഇതിലോട്ട് കയറ്റിയത്. ഇതിപ്പോ ശർക്കരയും ഇല്ല, പുട്ടും ഇല്ല. ഇതിൽ നടക്കി പോകുന്ന നമുക്കിത് ചൂടൊക്കെ മാറിയിട്ടൊന്ന് കഴിക്കാം. ലഞ്ച് ബ്രേക്ക് അല്ല. പുട്ട് വലിയ രസമുള്ള പുട്ട് കണ്ടോ? പക്ഷേ കാര്യമുണ്ടോ? പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. അടക്കൊരു ചെറിയ ബുദ്ധി തോന്നിയിട്ടുണ്ട്. നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാം. ഇതെന്ത് സാധനമാണ് ദൈവമേ ഇത്? ഞാൻ ഇവിടെ വാഗ്ദാനമാണ്. Oh my god, I cannot believe that. ഒരു പുട്ടുണ്ടാക്കിയിട്ട് കഴിഞ്ഞ 6-7 മിനിറ്റ് ആയിട്ട് ഞാൻ ഇത് എടുക്കാൻ ശ്രമിക്കാമെന്ന്. എന്റെ പേര് എന്താ പറയുക? ഈ കുളത്തിന്റെ അത് ചൂട് വെള്ളമാണല്ലോ. അത് ഞാൻ എന്റെ ദേഹത്തിന് വീണ് പൊള്ളി. ഇതിന്റെ ഒക്കെ വിറ്റ് എന്താണെന്നറിയോ?
ഇതൊക്കെ ഡാനായും വാപ്പായും ഉമ്മായും ഇത്രയും എല്ലാം കാണും. എന്നിട്ട് ഇവർ എന്നെ അടുത്ത തവണ കാണുമ്പോൾ ഇതും പറഞ്ഞ് എന്നെ കളിയാക്കും. മിക്കവാറും ഈ വീഡിയോ ഇടുമ്പോൾ പിറ്റേ ദിവസം വാപ്പ വിളിച്ചിട്ട് അല്ലെങ്കിൽ അന്ന് തന്നെ വാപ്പ വിളിച്ചിട്ട് പറയും ഒരു പുട്ടുണ്ടാക്കാറുണ്ട്. ഇതെന്തോന്ന് ഞാൻ എന്നിട്ട് വാപ്പാണെങ്കിൽ ചിലപ്പോൾ പുട്ടുണ്ടാക്കി എനിക്ക് കൊണ്ട് തന്നു വരും. ഇതൊരു നടക്കി പോകുന്നു തോന്നുന്നില്ല. സമയം എനിക്ക് ചൂട് പേടിയാണ്. ഇതിന്റെ ഇടയിലൊക്കെ ഞാൻ ശർക്കര ഇട്ടിരുന്നല്ല. എന്റെ അങ്ങോട്ട് കറി ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്ത് പറയാനാണ് ഗസ്, ഞാൻ ഇങ്ങനെ ഒരാളായിപ്പോയി. സോ ദിസ് ഈസ് ദ മുട്ടക്കറി. നല്ലൊരു കോമ്പിനേഷൻ ആണ് ദിസ് റാഗിപ്പുട്ട് ആൻഡ് ഈ മുട്ടക്കറി. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഫ് യു വാണ്ട് ദ റെസിപ്പി പ്ലീസ് ലെറ്റ് മീ നോ. ഈസിയസ്റ്റ് മുട്ടക്കറി യു ക്യാൻ എവർ മേക്ക്. അതായത് ജോലി കഴിഞ്ഞ് വന്ന് ഇനി കിച്ചണിൽ കയറി പണിയെടുക്കാൻ വയ്യ, നമ്മൾ വളരെ വളരെ ക്ഷീണിച്ചു എങ്കിലും അത്രയും തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണത്. ഓക്കെ, സാധാരണ ഞാൻ സോഫയിലിരുന്നാണ് കഴിക്കാറ്. ഇന്ന് നമുക്ക് ഡൈനിങ് ടേബിളിലിരിക്കാം. ഇന്നത്തെ എൻ്റെ പുട്ട് അത്ര അങ്ങനെ ശരിയായില്ല എന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു രസമൊക്കെ ഉണ്ടാകാറുണ്ട്. അറിയില്ല, കഴിച്ചു നോക്കിയിട്ട് പറയാം. കുഴപ്പമില്ല, ഒരു പീസ് പുട്ട് മതിയായിരുന്നു. ഇട്ടപ്പോൾ കൂടിപ്പോയി. അപ്പം ഞാൻ കഴിക്കട്ടെ. കഴിച്ചിട്ട് ഇതേപോലത്തെ എന്റർടൈനിങ് പരിപാടികളുണ്ടെങ്കിൽ ഞാൻ അപ്പം വരാം. ഹലോ, സമയം 6:30. 6 മണിക്ക് ജോലി കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് വീഡിയോ അപ്പം എടുത്തില്ല എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുകയായിരുന്നു, ഒന്നും ചെയ്യാനൊന്നും ഇല്ലാണ്ട്. ഐ വാസ് സിറ്റിംഗ് സിംപ്ലി ഡൂയിങ് നത്തിങ്. സോ ഐ ഡിഡ് നോട്ട് ടേക്ക് എ വീഡിയോ. ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ ആഷിക്ക് വരും. ആഷിക്ക് വന്നിട്ട് നമുക്ക് ജിമ്മിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് വന്ന ഉടനെ. കാരണം പോയിട്ട് വന്നിട്ട് കുക്ക് ചെയ്യണം. അത്രയും എന്താണെന്ന് കുക്ക് ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ ഡിന്നർ എന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. രാവിലെ നമ്മൾ ബ്രെഡും സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചു. ഉച്ചയ്ക്ക് റാഗിപ്പുട്ടായി. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നിങ്ങളൊരു സൗണ്ട് കേട്ടുവെങ്കിൽ അതിൻ്റെ ടീംസിൽ നിന്നുമുള്ള സൗണ്ടാണ്. ആരല്ല ഇവർക്ക് പണിയെടുത്ത് പോകായില്ലേ? അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാൻ കുറച്ചു മുമ്പാണ് ഒരു മെസ്സേജ് അയച്ചത്. അപ്പോൾ ആ മെസ്സേജിനുള്ള മറുപടി അയക്കും. 6:15 ഞാൻ മെസ്സേജ് അയച്ചാൽ 6:30 അവർ മറുപടി അയക്കുന്നത് അവരുടെ തെറ്റല്ലല്ലോ. 6:15 മെസ്സേജ് അയച്ചാൽ എൻ്റെ കുറ്റല്ലേ? സോ ഡിന്നർ ഈസ് എ ക്വസ്റ്റ്യൻ മാർക്ക് റൈറ്റ് നൗ. ആഷിക്ക് വന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്ത് കഴിക്കണം. എന്തോ ഈ മുഖം എന്റെ മോനെ ഇന്നും തന്നെ വിളിക്കാത്തേ. പക്ഷെ വൈ ഇസ് യുവർ ഫോൺ എ ബിറ്റ് ഡാർക്ക്? അങ്ങനെയാ. എന്താ ഡിന്നർ കഴിക്കണേ? എന്തുണ്ടാക്കും? ഇതെന്തോട് ചട്ടൊക്കെ ഊരിട്ടിട്ട് വന്നിരിക്കണത്? ഭയങ്കര ചൂടാ പുറത്ത്. ഇറിറ്റേറ്റഡാ? അതെന്താ ഇറിറ്റേറ്റഡ്? അതെന്താ ഇറിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഫോൺ തരാം. അത് ഇങ്ങോട്ട് നോക്ക്. ചൊറിയാൻ ചന്തു തെക്കയിടും. എന്ത് എന്തൊരു ഭാഗത്ത് എന്റെ പ്രശ്നം എന്നിപ്പ എന്താ പറഞ്ഞ? അതിന് മുന്നെന്താ പറഞ്ഞ? എന്നിട്ട് ഷേക്കാണെങ്കിൽ പാടം അടിച്ചു കുടിച്ചില്ലേ? എടോ അടിച്ചു കുടിച്ചില്ലേടോ? എന്തോ സ്വഭാവമാണ് ഈ മനുഷ്യന്. അയ്യോ നമ്മളെന്താ ട്വിന്നിങ്. ഞാനും ബ്ലാക്ക്, നമ്മളും ബ്ലാക്ക്. പക്ഷെ ഭയങ്കര മോശമായി ഇപ്പൊ എന്നെ അങ്ങനെ പറഞ്ഞത്. അതെനിക്ക് കുറച്ച് ഫീലിങ്സ് ആക്കി. അതെന്ത് 7:45 പോവാന്ന് പറഞ്ഞു, ഇപ്പൊ 7:15 ആയുള്ളൂ. പക്ഷെ തന്ന അങ്ങനെ ഒരു വർത്താനം. എന്തോ കുറച്ച് നേരമായിട്ട് ഞാൻ ആ മറ്റേ അതിന്റെ പേരെന്ത് മെട്രോന്ന് വിളിച്ചപ്പോഴേ ചോദിക്കണം എന്ന് വിചാരിച്ചു. എന്താണ് കുക്ക് ചെയ്യാൻ? ഇവിടെ ഒന്നും ഇല്ല കുക്ക് ചെയ്യാൻ. കുക്ക് ചെയ്യാനാ? എന്താണ് കുക്ക് ചെയ്യാനായിട്ട്? ജിമ്മിലിരിക്കുമ്പോ എന്താ ആലോചിക്കും? പക്ഷെ ബീഫ് ഉണ്ടല്ലോ. കറി കുറെ ഇരിക്കുന്നു ബാക്കി.
എന്തുകൂട്ടി കഴിക്കും? ചപ്പാത്തി തീർന്നു. ദോശമാവ് മേടിക്കാം, ഇടിയപ്പം മേടിക്കാം, കാർബാ, ചപ്പാത്തി തിന്നു. എന്നാ പിന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ എന്ത് പറയാനാ? എനിക്കും അറിഞ്ഞൂടെ എന്ത് കഴിക്കും. കടല വെള്ളത്തിൽ ഇട്ടിരുന്നെങ്കിൽ അത് വേവിച്ച് നമുക്ക് മറ്റേ ഗ്രീക്ക് യോഗോട്ടായിട്ട് കഴിക്കായിരുന്നു അല്ലേ? അത് നാളത്തെ ഡിന്നർ ആക്കിയാലാ? അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ഗ്രില്ലി മാത്രം മേടിച്ച് കഴിച്ചാലാ? നമ്മൾ സ്ഥിരം സ്പോട്ടിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ജിമ്മ് കഴിഞ്ഞിട്ട് ചിക്കൻ ഗ്രില്ലാക്കാം. അപ്പൊ ഞാന് സോക്സ് ഇട്ട് ഷൂസ് ഇട്ട് പോട്ടെ, ഇല്ലെങ്കിൽ ഈ സാധനം എന്നെ തെറി വിളിക്കും. എന്നെ ഇന്നലെ വഴക്ക് പറഞ്ഞു. എന്നെ വഴക്ക് പറഞ്ഞത് ഇന്നലെ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് ലേറ്റ് ആയി പോയെന്ന് ജിമ്മിൽ പോവാനല്ല റെഡി ആവാൻ. അതിനെന്നെ ഇന്നലെ കൊറേ വഴക്ക് പറഞ്ഞു. ഈ മോന്ത ദിസ് മോന്ത. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ജിമ്മിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ഇപ്പുറത്തെ യൂണിയൻ കോപ്പില് ബിൽഡിങ്ങിൽ തന്നെ ഒരു ജിമ്മുണ്ട്, ഫേസ് ഓഫ് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് നമ്മൾ പോണേ. ഞാൻ ട്രൈപോഡൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. തുറന്നു പറയാലോ, വേറൊന്നല്ല, അവിടെ ഈ മനുഷ്യനെ കൊണ്ട് വലിയ ശല്യമായല്ലേ. ചിലപ്പോ എനിക്ക് അറിയാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, അവിടെ കുറേ ആൾക്കാരുണ്ട്, അതും മിക്സ്ഡ് ജിമ്മായിട്ട് മൊത്തം ആണുങ്ങളാണ്. അപ്പം ഞാൻ ഇതുവരെ ഒരു പബ്ലിക് സ്പേസിൽ വ്ളോഗ് എടുക്കാനുള്ളൊരു തൊലിക്കട്ടി എനിക്കിതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ടും അയ്യോ. പിന്നെ വരാം, നമ്മൾ പറഞ്ഞിരുന്നത് പബ്ലിക് സ്പേസിൽ എനിക്കിതുവരെ ഒരു വ്ളോഗ് എടുക്കാനുള്ള തൊലിക്കട്ടി എനിക്കാവാത്തത് കൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഉറപ്പായിട്ടുണ്ടാവും. ഇതാണ് അവരുടെ മറ്റേ പീക്ക് ടൈം. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കില്ല കേട്ടോ. പക്ഷെ ഇന്ന് എൻ്റെ ലെഗ് ഡേ ആണ്. എന്തൊരു കഷ്ടം, എനിക്കൊരു ദിവസം മര്യാദയ്ക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂല. രാവിലെ പോകും ഞാൻ ഇന്ന് തൊട്ട്. അല്ല, അമ്പോഴൊന്ന് പറയാൻ വന്ന ഞാൻ എന്ത് ചെയ്യണം? ഡംബൽ വെച്ച് ലെഗ് വർക്കൗട്ടാ? ഡംബൽ വെച്ച് എന്ത് ലെഗ് വർക്കൗട്ടാണുള്ളത്? അയ്യോ, ലെഗിനാ? അതെന്ത് വർക്കൗട്ടാ? വാക്കിംഗ് ലഞ്ചസ്. നോക്കട്ടെ, അങ്ങനെ വലിയ വർക്കൗട്ടൊന്നുമില്ല. എനിക്ക് കാഫ് റേസ്, പിന്നെന്താ മറ്റേ ആ മെഷീനിലെ ലെഗ് എക്സ്റ്റൻഷൻ, പിന്നെ മറ്റേ കിടന്നിട്ടുള്ള ആ സാധനം, പിന്നെ അമ്പത് പറഞ്ഞ മറ്റേ ലഞ്ചസ്, പിന്നെന്താ പിന്നെ പറ്റിയ, പക്ഷെ എനിക്ക് അവിടെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ഗോബ്ലറ്റ് സ്ക്വാട്ട്. അത്ര എനിക്ക് അങ്ങോട്ട് ഗോബ്ലറ്റ് സ്ക്വാട്ട് അറിയില്ല. മറ്റേ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ സ്ക്വാട്ട് ചെയ്യുന്നത് താഴെ വരെ, മറ്റേ ഇങ്ങനെ താഴെ വരെ നമ്മൾ പോയില്ലേ, അത്. സോറി ഗൈസ്, ഇനി നമ്മൾ വണ്ടിയിലാണ്. വണ്ടിയിൽ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ, കാരണം അതാണ് ജിമ്മ്. പക്ഷെ സാറിന് നടക്കാനൊന്നും പറ്റില്ല, സാറ് വണ്ടിയിൽ ജിമ്മിൽ പോകും. അങ്ങനെ സോ വി ആർ ഗോയിങ് ടു ദി ജിം. ഞാൻ പറഞ്ഞ പോലെ ഐ ഡോണ്ട് നോ ഇഫ് ഐ ക്യാൻ ടേക്ക് വീഡിയോ. എടുക്കാൻ പറ്റിയ എടുക്കും. കാര്യം എനിക്കെന്താ മറ്റേ സഹാറ സെന്ററിലെ ഫിറ്റ്നസ് ഫസ്റ്റിൽ പോയിട്ട് വീഡിയോ എടുക്കും പോലല്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ സഹാറ സെന്ററിൽ പോയിക്കൊണ്ടിരുന്നത് രാവിലെയാണ്. ആ സമയത്ത് അങ്ങനെ അത്ര ആൾക്കാരും ഇല്ല. പിന്നെ ലേഡീസ് ഓൺലി വേണം. ആൻഡ് അത് മാത്രമല്ല, ഞാൻ രാവിലെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അധികം ആൾക്കാരും ഇല്ലല്ലോ. ഞാനും ഒരു 5 പേരും കാണും. ആ 5 പേര് 5 കോർണറിലായിരിക്കും. ഇതിവിടെ കോർണർ പോയിട്ട് ഒന്നുമില്ല. ഇവിടെ ഒരു ജനക്കൂട്ടുമാണ്. എല്ലാരും കൂടെ വന്ന് അട്ടിട്ട് കണക്കും പോലെയാണ് വർക്കൗട്ട് ചെയ്യണത്. ഞാൻ പയ്യെ രാവിലെ ആക്കാൻ പോവാ. അമ്പൂടിനല്ല, രാവിലെ എനിക്കാൻ വയ്യ എന്നുള്ളതാണ്. നല്ല സുഖം കിടന്നുറങ്ങാൻ. ഇരട്ടി തിരിഞ്ഞ് സംസാരിക്കും പോലുണ്ട്. ഉറങ്ങാൻ നല്ല സുഖമായോണ്ടേ അങ്ങോട്ട് എനിക്ക് ജിമ്മിൽ പോകാൻ വയ്യ. പക്ഷെ പയ്യെ രാവിലെ ഇട്ടാക്കണം. അപ്പൊ ഇരട്ടി തിരിഞ്ഞ് സംസാരിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ജിമ്മെത്തിട്ട് അയ്യോ നമ്മളെന്താ ഇങ്ങനെ. ഓക്കെ, നമ്മളിവിടെ അൽഹദ മോൾ എത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് നമ്മള് ജിമ്മിൽ കയറിയിട്ട് അവിടെ മിക്കവാറും ഒരു ലോഡ് ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ ഇത് വ്ളോഗ് ചെയ്യില്ല ഗസ് വർക്കൗട്ട്. കാര്യം എനിക്ക് കുറച്ചൊരു പ്രശ്നമുണ്ട്. അപ്പം ജിമ്മ് അബ്ദുൽ. എന്റെ ടീഷർട്ട് ഇട്ട് നിൽക്കുവാണോ?
കൊള്ളാവോ? അത് ചേരുന്നുണ്ടാ? ടൈറ്റാ? നമ്മള് എവിടെ സമ്മാൻ സാൻസിന്നല്ലേ? ഇതാണ് നമ്മുടെ ജിം. ഫേസ് ഓഫ് ഫിറ്റ്നസ്. ഒരു ലോഡ് ജനം കാണും. ഞാൻ കറട്ടെ. കഴിഞ്ഞ ലെഗ് ആൻഡ് കാർഡിയോ എന്ന് പറഞ്ഞാൽ ത്രെഡ്മില്ല് 3 ഡിഗ്രി 3 സ്പീഡ് ഇട്ടിട്ട് 12 ഡിഗ്രി. ഈ വേർപ്പ് വർക്കൗട്ടിൽ നിന്ന് തന്നെയാണ്. ഹനമേ, എൻ്റെ ഹാർട്ട് ബീറ്റ് 180 വരെയൊക്കെ പോയി. പപ്പടം. ആഷിക്കും നഷാദും കൂടെ ഇപ്പോഴും അപ്പർ ബോഡിയിൽ നിൽക്കുക. അവരുടെ ഷോൾഡർ ഡേ ആണെന്ന് തോന്നുന്നു. ഷോൾഡർ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് നീ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് എൻ്റെ ബാഗ് എടുത്തിട്ട് അവിടെ ഒരു ബീൻ ബാഗ് വെച്ചിട്ടുണ്ട്, അവിടെ പോയി റെസ്റ്റ് ചെയ്യാന്ന്. നമ്മളങ്ങനെ ജിമ്മിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ 1.5 മണിക്കൂറായിട്ട് പോസ്റ്റ് ആയിരുന്നു. കാരണം ആഷിഖ് സാറ് വർക്കൗട്ട് കഴിയാൻ വേണ്ടിട്ട് 1.5 മണി ലിറ്ററലി എന്റെ വർക്കൗട്ട് 8:30 കഴിഞ്ഞതാ. മണി ഇപ്പൊ 9:10. ഇവരിപ്പോ ഇറങ്ങണം. So now we are going to our favorite place. Favorite അങ്ങനല്ല. ഓയ്യോ. പൂത്തിരി വന്നില്ലേ? നമ്മളിപ്പോ നൈസ് ബർഗറിലോട്ടാണ് പോകുന്നത്. എന്തിന്? ചോർക്കോൾ ചിക്കൻ മേടിക്കാൻ. ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ലേ? വർക്കൗട്ട് കണ്ട് കഴിക്കാൻ പറ്റിയ ഫുഡാണ്. നമ്മൾ വീണ്ടും ഇരുട്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് വരും. അങ്ങനെ നമ്മൾ ജിമ്മിൽ നിന്നും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഫുഡ് അടിക്കുക. ഞാൻ പറഞ്ഞില്ലേ ചാർക്കോൾ ചിക്കനാണ് മേടിച്ച ഗ്രില്ലാണ്. അത് കഴിക്കുന്നു. ഒരു 10 മിനിറ്റ് ഞാൻ നടക്കും. വീട്ടിൻ്റെ അകത്ത് നടക്കാനുള്ള ശേഷി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ലെഗ് ഡേ ആയിരുന്നു. നല്ല വേദന ഉണ്ട് കേട്ടോ. എന്നെ വാക്കിംഗ് ലഞ്ചസ് ചതച്ചു. അയ്യോ, എന്തൊരു വർക്കൗട്ടാണത്. ദുരന്തം. അത് കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് അങ്ങനെ സ്കിൻ കെയർ. രാവിലെ സ്കിൻ കെയർ പോലെയല്ല, രാത്രി അങ്ങനെ വലുതായിട്ട് യാതൊരു സ്കിൻ കെയർ ഇല്ല. ഐ വിൽ പുട്ട് സം ആപ്രിക്കോട്ട് ഓയിൽ ഓൺ മൈ ഫേസ് ആൻഡ് ദെൻ മുടിയിൽ ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്തിട്ട് കഴിഞ്ഞു. അത്രേ ഉള്ളൂ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. ആഫ്റ്റർ ദാറ്റ് ഐ എം ഡൺ. അപ്പോൾ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾ സജസ്റ്റ് ചെയ്ത പോലെ റോ അൺഫിൽറ്റേർഡ് കോമഡി എല്ലാം ആയ ഒരു വ്ളോഗാണ് ഇതെന്ന് ഞാൻ വിചാരിക്കണം. ഇഫ് യു ലൈക്ക്, ഡു like and subscribe to my channel, and I will see you in the next vlog. Until then, bye.